ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് കർത്താവിൻ്റെ മുമ്പിൽ വളരെ എളിമയോടെ ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം 2-ാമത്തെ വചനം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവവചനം അത് നമുക്ക് സൗഖ്യം നൽകുന്നത്. ആ വചനം കേൾക്കുമ്പോൾ എളിമയോടെ കേൾക്കണം. അതുപോലെ കേൾക്കുമ്പോൾ നമുക്കത് അനുതാപം ഉണ്ടാകണം. അപ്പോൾ ദൈവവചനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിലെ സൗഖ്യങ്ങളും വിടുതലൊക്കെ സംഭവിക്കും. എളിമയോടെ സ്വീകരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 3:18-19. നീ എത്രമാത്രം ഉന്നതനാണ്, അത്രമാത്രം വിനീതനാകും, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമെത്തും. ദൈവവചനം വായിക്കണമെങ്കിൽ നമുക്ക് നല്ല വിനയം വേണം. നല്ല എളിമയുള്ളവർക്ക് മാത്രമേ ദൈവവചനം ഇരുന്ന് വായിക്കാനോ ധ്യാനിക്കാനും സ്വന്തമാക്കാനും ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും പറ്റുള്ളൂ. മത്തായിയുടെ സുവിശേഷം 11:25-26. പിതാവേ, നീ ഇവ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവവചനം വലിയൊരു വെളിപ്പെടുത്തലുകൾ കിട്ടും, ഒരുപാട് ദൈവിക ജ്ഞാനം കിട്ടും. നമ്മൾ ശരിയായ ദിശയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, ഓർത്ത് വചനമാണ് സത്യം. അപ്പോൾ ദൈവവചനമാണ് സത്യം. ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ നമ്മളിൽ വലിയ ഡെലിവറൻസ് സംഭവിക്കും. ഈ വചനം വരുമ്പോഴാണ് പൈശാചിക പീഡകളും രോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടു ആന്തരിക മുറിവുകളൊക്കെ സുഖപ്പെടണമെങ്കിൽ ദൈവവചനം എന്നൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യപ്പോൾ ദൈവവചനം വന്നിട്ട് നമ്മുടെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കൊണ്ട് അവിടെ വചനം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അവനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവനോട് ക്ഷമിക്കും. അപ്പോൾ അവിടെ പറയാൻ രോഗശാന്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പറയുന്ന കാര്യം, ആ വചനം അതേപടി വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ എല്ലാവരും രമ്യപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ദൈവകൃപയുടെ ഒഴുക്കുണ്ടാവും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5:23. നീ കാഴ്ചയർപ്പിക്കാനായി ബലിപീഠത്തിന് അരികെ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കണം. അവിടെയൊക്കെ ആ സൗഖ്യം കിട്ടുക. ആ വചനങ്ങളെല്ലാം നമ്മളങ്ങ് വിശ്വസിച്ച് സ്വീകരിക്കണം. എന്നിട്ട് നമ്മളെല്ലാവരോടും നമ്മൾ ക്ഷമിക്കാനും നമ്മൾ ക്ഷമ ചോദിക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ആ കൃപയുടെ ഒരു അനുഗ്രഹം നമ്മളെ ഹൃദയ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. വളരെ എളിമയോടെ വചനം സ്വീകരിക്കുക. ലൂക്ക 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയില എളിമയുള്ളതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ വചനം സ്വീകരിക്കാൻ പറ്റിയത്. അതുതന്നെയാണ് ലൂക്ക 1:48 പറയുന്നത്. 47-48 വചനത്തിൽ പറയും, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കും. എന്ന് വെച്ചാൽ ആ വചനം സ്വീകരിക്കുന്നതിന് അവൾ തയ്യാറാകുന്നു, അവളത് അനുസരിക്കാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നു, ദൈവവചനം വിശ്വസിക്കാൻ തയ്യാറാകും. അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനത്തിൽ സംശയം കൂടാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതാണ് ലൂക്ക 1:46. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന കുറിച്ച് പരിശുദ്ധമ്മയ്ക്കിട്ട് ഏറ്റവും വലിയ ഭാഗ്യം ഈ വചനത്തെ ജീവനോടെ കാണാനായിട്ട് അനുഭവിക്കാനായിട്ടും സാധിക്കുന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് എളിമയോടെ വചനം സ്വീകരിക്കാം. വചനം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ ഡെലിവറൻസ്, വലിയ സൗഖ്യം നമുക്ക് തരും. നമ്മളിലെ അന്ധകാരമൊക്കെ വിട്ടുപോകും, പ്രകാശം ഉണ്ടാകുന്ന കാണാൻ പറ്റും. നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുന്ന വലിയ സ്വർഗീയ അനുഭവം ഉണ്ടാകുന്ന കാണാൻ പറ്റും. അപ്പോഴാണ് വചനമൊക്കെ കേൾക്കുമ്പോൾ ഈ നമുക്ക് അഭിഷേകം കിട്ടുന്നെങ്കിൽ എളിമയോടെ വചനം കേൾക്കാത്തതുകൊണ്ടാണ്. എളിമയോടെ കേട്ടുകഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. അപ്പോസ്തലപ്രവർത്തനം 10:44 പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധം. അപ്പോൾ ഒരു എളിമയുള്ള സമൂഹമായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കത് സ്വീകരിക്കാൻ പറ്റും. ഏക മനസ്സോടെ വേണം, ഒരാത്മാവ് നിൽക്കുക. അപ്പോൾ വചനം എടുക്കുന്ന ആളുകളുമായിട്ട് ഒരാത്മാവിലായിത്തിരിക്കണം. അപ്പോൾ ഒറ്റ ആത്മാവിൽ, അപ്പോൾ എളിമയുള്ളവർക്ക് ഒരാത്മാവാകാൻ പറ്റുള്ളൂ. എളിമയില്ലാത്തവർക്ക് ഒരിക്കലും ഒരാത്മാവിലാകാൻ പറ്റും. 1 കൊരിന്ത്യർ 1:10 നിങ്ങൾ ഏക അഭിപ്രായത്തോടെ സ്വരച്ചേർച്ചയോടെ ഏക മനസ്സോടെ നിങ്ങൾ വർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 1:14 അവർ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോട് മറ്റ് ശിഷ്യന്മാരോടൊപ്പം അവിടെ പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൂടി എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ ഏക മനസ്സുണ്ടാകുന്നതിന് കാരണം അപ്പോസ്തലന്മാർക്ക് നല്ല എളിമയുള്ളവരാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 5:8 മുതൽ 10 വരെയുള്ള വചനത്തിൽ ഈ പത്രോസ്ലീഹായ്ക്ക് അത്ഭുതകരമായ അത്ഭുതം ഉണ്ടാകുമ്പോൾ, അതായത് അവൻ്റെ വല നിറച്ച് മത്സ്യം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയുടെ കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അതിനെ 1 തിമോത്തിയിൽ
1-ാം അധ്യായത്തിൻ്റെ 14-15 വചനത്തിൽ പൗലോസ്ലീഹ തൻ്റെ ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ പാപികൾ ഒന്നാമനാണ്. അപ്പം അത്രയും എളിമപ്പെടാനായിട്ട് പൗലോസ്ലീഹ തയ്യാറാണ്. വളരെ താഴ്മയോടെ നിൽക്കുന്ന പൗലോസ്ലീഹ. അപ്പോൾ ആ എളിമയുള്ളിടത്തേക്കാണ് ഈ കൃപ കൊടുക്കപ്പെടുന്നത്. യാക്കോബ് ലേഖനത്തിൻ്റെ 4-10 വരെ, ആകയാൽ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എളിമയ്ക്കാണ് കൃപ. എളിമയുണ്ടെങ്കിൽ അപ്പം എളിമച്ച വചനത്തെ ശിശുതുല്യമായൊരു ഹൃദയം നമുക്കുണ്ടാകണം. അപ്പോൾ ശിശുതുല്യമായ ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് വചനത്തെ വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും പറ്റുള്ളൂ. ശിശുതുല്യം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല, നമ്മൾ തള്ളിപ്പറന്ന് കാണാൻ പറ്റും. അതാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-4 വചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ ശിശുക്കളെ പോലെ ആകുക. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു അപഠ്യമൊക്കെ മാറണം, എങ്കിലേ നമുക്ക് അഭിഷേകം കിട്ടുകയുള്ളൂ. എങ്കിലേ ആ വചനം നമ്മുടെ ജീവിതത്തിൽ തീ പിടിച്ച് നമ്മൾ വലിയ അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഫിലിപ്പി ലേഖനത്തിന് 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അതായത് വക്രതയുള്ള ഈ യുഗത്തിൻ്റെ ഇടയിൽ അതായത് തിന്മയും വക്രതയൊക്കെ നിറഞ്ഞ ആളുകൾ കുറ്റമറ്റ ദൈവമക്കളെ പോലെ ആയിത്തീരട്ടെ. നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളായി തീരും. അപ്പോൾ വചനങ്ങളെല്ലാം പറയാതാണ്. അപ്പോൾ ഈ വക്രതയുള്ള സമൂഹം, അപ്പോൾ അവിടെ ഈ വക്രതയുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. എളിമയുള്ളവർക്ക് മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കിട്ടുള്ളൂ. വചനം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണാം. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. അപ്പോൾ അവിടെ യൂദാസിനൊന്നും ഈശോയുടെ വചനം കിട്ടുന്നില്ല. ഈശോയാണ് സത്യത്തിന് അവനെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വചനം. അത് ഉൾക്കൊള്ളാൻ അവൻ്റെ എവിടെ ഒരു ഈഗോ കിടപ്പുണ്ട്. ആ ഒരു ഈഗോ എന്ന സംഭവം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തികൾക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം പലർക്കും അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ ഒരു ഈഗോ എന്നൊരു പൈശാചിക ഭീഡ് അവരെ ബന്ധിക്കുന്നുണ്ട്. അത് വിട്ടുപോകാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് അവർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് വിട്ടുപോകുകയുള്ളൂ. വീണ്ടും വചനമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വചനത്തിൽ അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. ഇപ്പം ഈ അഹങ്കാരമാണ് ശരിക്കും. അഹങ്കാരം വലിയൊരു പൈശാചിക ശക്തിയാണ്. അത് യെശയ്യാ പ്രവാചക പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ ലൂസിഫർ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞ സംഭവമുണ്ട്. അവനിങ്ങനെ എല്ലാത്തിനും മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം അവനെ പിടിച്ച് താഴെ ഇടുന്നത് കാണാൻ പറ്റും, തകർത്തുകളത് കാണാൻ പറ്റും. അപ്പോൾ അതാ ഈവിൾ സ്പിരിറ്റിനെ പോയി ഈഗോ. അപ്പോൾ അവരാണ് ഈ വചനം വിശ്വസിക്കില്ല, വചനത്തെ എതിർക്കുക. അത് നമ്മളുള്ള ഒരു അന്ധകാര അരൂപിയാണ്. അത് വിട്ടുപോകാൻ നമ്മളാക്കി. വചനം വരുമ്പോൾ ആ തിന്മയുടെ ശക്തികളൊക്കെ നമ്മളെ വിട്ടുപോയിക്കോളും. നമുക്ക് പരിപൂർണ്ണ സൗഖ്യം. വചനം വാളാണ്, ഇരുതല വാളാണ്. എബ്രായർ 4:12 പറയുന്ന കർത്താവിൻ്റെ ഇരുതല വാളാണത്. അത് തന്നെയാണ് എഫെസസ് 6:17 പറഞ്ഞ പോലെ വചനമാകുന്ന വാളെടുക്കാൻ പറയും. അപ്പോൾ വചനം ഒരു വാളാണ്. അതെന്നുണ്ടെങ്കിൽ തിന്മയുടെ അരൂപികൾ നമ്മുടെ അടുത്തേക്ക് ഒരിക്കലും എത്തുകയില്ല. അടുക്കാൻ അതിനൊരിക്കലും സാധ്യമല്ല. ആ തിന്മയുടെ ശക്തിയെ ഈ വചനത്തിൻ്റെ ശക്തി വന്നിട്ട് അതിനെ നിർവീര്യമാക്കുന്നത് കാണാൻ പറ്റും. അതിനെ പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. അത് തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടുന്ന മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. 14, 15, 16 വചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഈശോ വചനം കൊണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. വചനം വരുമ്പോൾ ശാസിക്കുമ്പോൾ അത് ഉടനെ തന്നെ അന്ധകാര ശക്തി. അപ്പോൾ ഈശോ കാണുമ്പോൾ ആ തിന്മയുടെ ശക്തികൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. മർക്കോസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ ലഗിയോൻ ബാധിച്ചവൻ ഈശോയെ കാണുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ട്, മഹോനോ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങൾ നശിപ്പിക്കാനാണോ എന്ന്? അപ്പോൾ അവനെപ്പോഴും അവനെ നശിപ്പിക്കാനാണ് നമ്മൾ നിൽക്കുന്ന ചിന്തയാണ്. അപ്പോൾ ഈശോനെ രക്ഷിക്കാനാണ് വരുന്നതെങ്കിലും ഈ അഹങ്കാരിയുടെ ചിന്ത എപ്പോഴും അവനെ നശിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് ചിന്തിക്കുകയുള്ളൂ. ആ സ്പിരിറ്റിൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഈഗോ സ്പിരിറ്റ് എപ്പോഴും ഈഗോ ഉള്ള ആളുടത്തേക്ക് കൃപ ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ വിചാരം അവനെ ഇത് നശിപ്പിക്കണം, അവനെ എളിമപ്പെടുത്തുന്നുള്ള പേടിയാണ്. അവരെ എളിമപ്പെടുത്തുന്ന പേടിയാണ്. പക്ഷേ എളിമപ്പെടുന്നുള്ള വലിയ കൃപയല്ലേ, അത് വലിയ അനുഗ്രഹമായിട്ട് കിട്ടേണ്ട സംഭവമാണ്. സങ്കീർത്തനം 130 1-3 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. അതായത് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ചെറുതാക്കി. അപ്പോൾ മാതാവിൻ്റെ മടിയിൽ ശാന്തമായി 130 സങ്കീർത്തനം 131 1-3 വരെ. കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല, എൻ്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിലും
വിസ്മയാവഹമായ പ്രവർത്തികൾ ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മ. എളിമയുള്ള ഒരാളെ ദുഷ്ടാരൂപിക്ക് ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല, അവൻ അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എളിമ വെച്ച് ദൈവവചനം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. വേറൊന്നുമല്ല, ഒരുപക്ഷെ എളിമയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളതെന്ന് പറയും. ഒരു ഭയമല്ല, ഒരു നമ്മൾ കോംപ്ലക്സ് അല്ല, നമ്മളിങ്ങനെ ചെറുതാകുന്നതല്ല എളിമ. എളിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം വിശ്വസിക്കാം, ബുദ്ധിമുറം സറണ്ടർ ചെയ്ത്, എൻ്റെ ചിന്തകളെ സറണ്ടർ ചെയ്ത്, അതെല്ലാം വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ച് ആ വഴിയിലൂടെ പോകുന്നതും. സങ്കീർത്തനം 119 105 പറയുന്ന പോലെ, കർത്താവേങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമാണെന്ന് പറഞ്ഞാൽ ആ വചനം എടുത്തുകൊണ്ട് വചനം വിശ്വസിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ എളിമയത. അതാ എളിമയുള്ളവർക്ക് മാത്രമേ ദൈവവചനത്തെ വിശ്വസിച്ച് അതനുസരിക്കാൻ പറ്റുള്ളൂ. ദാനിയേൽ 10:12 പറയുന്ന പോലെ, ദാനിയേലേ, ശരിയായതറിയാൻ വേണ്ടി നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അപ്പോൾ എളിമയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞു. എളിമയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ അത് വില കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എളിമയില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ അനുഭവിക്കാം. സങ്കീർത്തനം 51:17 പറയുന്നുണ്ട്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ്. ശരിക്കും എളിമയുള്ള മനസ്സാണ്. എളിമയുള്ള മനസ്സിനെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കില്ല. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരാളെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കില്ല. കർത്താവ് അവനെ സംരക്ഷിക്കും. കർത്താവിൻ്റെ വലിയ സംരക്ഷണം അത്തരം ആളുകൾക്ക് സംഭവിക്കുന്നത് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മളിൽ അഹങ്കാരം കയറി വരുമ്പോൾ നമ്മൾ ദൈവത്തെ വചനത്തെയൊക്കെ അവഗണിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനം 50:17 വരെ, നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിൻ്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിൻ്റെ നാവ് വഞ്ചനയ്ക്ക് നീ വിട്ടുകൊടുക്കുന്നു, വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നീ നിൻ്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. ഈ അപവാദമൊക്കെ പരത്തുന്നത് നമ്മളിലെ ഈഗോയുടെ സ്പിരിറ്റാണ്. പൈശാച ലൂസിഫർ സ്പിരിറ്റിൻ്റെ അഹങ്കാരത്തിന് രൂപയാണ്. അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സങ്കീർത്തനം 52:2 ഫലം, ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു, വഞ്ചക നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. അത് തന്നെ കുറ്റം പറഞ്ഞ് മറ്റുള്ള ഉപദ്രവം, അതൊരു ഈവിൾ സ്പിരിറ്റാണ്, ഭയങ്കര അതിൻ്റെ അടുത്ത് വാളാണത്, പിശാചിൻ്റെ വാളാണ് ഈ കുറ്റം പറച്ചിലൊക്കെ. അത് ഉപയോഗിച്ചുകൊണ്ട് അനേകരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എളിമ നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് സഹനമൊക്കെ തരുന്ന എന്തിനാ വെച്ചാൽ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന. 1 പത്രോസിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിക്കണം. നല്ല പീഡനങ്ങൾ കിട്ടിയാലേ നമുക്ക് എളിമ ഉണ്ടാകുള്ളൂ. ശരിക്കും നല്ല തല്ല് കിട്ടുമ്പോൾ നമുക്ക് പുതിയ വ്യക്തികളാണ്. യോഹന്നാൻ 15:1-3 പറഞ്ഞ പോലെ, നല്ല ഫലം കായ്ക്കാൻ വേണ്ടി വെട്ടി ഒരുക്കുന്നു ദൈവം. അല്ലെ, മുന്തിരിച്ചെടി ശാഖ ഫലം കായ്ക്കുന്നതിന് ദൈവം വെട്ടി ഒരുക്കുന്നു. അത് എളിമപ്പെടുത്തുക അതൊരിക്കലും പറ്റി. പത്രോസൊക്കെ ഈ 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞൊക്കെ ഒരു പക്ഷേ പത്രോസിനെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു സഹനമായിരിക്കും അത്. അപ്പം അതുകൊണ്ടാണ് 3 വട്ടം തള്ളിപ്പറഞ്ഞത്. എങ്കിലേ അവനെ ഈ സഭയുടെ മുഴുവൻ തലവനാക്കാൻ പറ്റുള്ളൂ. ദൈവം തിരഞ്ഞെടുത്ത ആളുകളെപ്പോലും ചിലപ്പം ദൈവം വലിയ സഹനം കൊടുത്ത് അവരെ എളിമപ്പെടുത്തും. എങ്കിലേ അവരെ ദൈവകരങ്ങൾ, ദൈവത്തിൻ്റെ കൈകളുടെ ഉപകരണമായി മാറും. അല്ലെങ്കിൽ അവർ പിശാചിൻ്റെ കൈകളുടെ ഉപകരണങ്ങൾ, അഹങ്കാരിയെ എപ്പോഴും ഉപയോഗിക്കുന്ന ദുഷ്ടാരൂപിയാണ്. എളിമയുള്ളവനെ ഉപയോഗിക്കുന്നത് ദൈവമാണ് ഉപയോഗിക്കുന്നത്. ദൈവം അത് എളിമപ്പെടുത്തി അത് പേടിക്കുന്നത് വേണം. നമ്മൾ ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ തന്നെ ദൈവം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. അത് യെശയ്യാ 48:10 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളിയെന്ന പോലല്ല അഗ്നിയിലൂടെ വെറും ഒരു ശുദ്ധീകരണം വെള്ളിയല്ല സ്വർണ്ണമോ നമ്മൾ അഗ്നിയിലിട്ട് അന്നൊക്കെ ശുദ്ധീകരിക്കുന്നത് കാണാൻ പറ്റും. ആ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതുപോലല്ല, കഷ്ടതയുടെ തേച്ചുകുളയിലൂടെ ഞാൻ നിന്നെ ശോധന ചെയ്തു, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ദൈവം പറയുക. അപ്പോൾ ശുദ്ധീകരിക്കുന്നത് പോലും ദൈവം അവൻ്റെ അഹങ്കാരവും അസൂയയും വെറുപ്പും പകയൊക്കെ എടുത്ത് കളഞ്ഞ് ദൈവം തൻ്റെ കൈകളിൽ തനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാക്കി ദൈവം ആ വ്യക്തിയെ രൂപമന്ത്രപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ പ്രഭാഷകൻ 2:1-5 വരെ മകനെ അത് കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഉരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക, നിൻ്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതറരുത്, വരും ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്.
സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചൂളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ. കർത്താവിനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട് കഴിയുമ്പം ദൈവം തന്നെ ആ വ്യക്തിയെ ശുദ്ധീകരിക്കുന്നൊരു പ്രവൃത്തി, അതിൽ എളിമപ്പെടുത്തലാണ്. അപ്പോൾ നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടാനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ദൈവവചനം വിശ്വസിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ആർഗ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഏർപ്പെടുന്ന ആൾ എപ്പോഴും തർക്കിക്കുകയാണ്. തർക്കങ്ങളിലാണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എല്ലാത്തിനും തർക്കം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് പറയുമ്പോൾ രണ്ട് എങ്ങനെ. അപ്പോൾ അത് തന്നെ ആ ഒരു ബന്ധനം അവിടെ തർക്കങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. പരിശുദ്ധമയ്ക്ക് തർക്കങ്ങളൊന്നുമില്ല. ആദ്യം ഒറ്റ ചോദ്യം അമ്മയുടെ ജീവിതത്തിൽ നോക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? വചനം അങ്ങനെയാണ് തൻ്റെ ഉദരത്തിൽ ഈശോ മിശിഹാ എന്ന ഒരു വ്യക്തിയായിട്ട് ദൈവപുത്രനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന എങ്ങനെയെന്ന് ഒരു ചോദ്യമേ ചോദിക്കുന്നുണ്ട്. ലൂക്കാ 1:32 മുതൽ 38 വരെയുള്ള വചനം വായിക്കുമ്പോൾ ദൈവദൂതനോട് കൊടുക്കുന്നൊരു മറുപടി, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവദൂതൻ മറുപടി കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. അതങ്ങളും വിശ്വസിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറയുന്ന വചനത്തെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം, അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അവളിൽ എളിമയെന്നൊരു വരപ്രസാദം, കൃപാവരം നിൽപ്പുണ്ട്. അപ്പോൾ ഈ കൃപയെന്നുള്ള ഒഴുകുന്ന പോലെ എളിമയുള്ള ഹൃദയത്തിലേക്ക് മാത്രമേ ഈ കൃപയ്ക്ക് ഒഴുകാൻ പറ്റുള്ളൂ. അഹങ്കാരിയുടെ ഹൃദയത്തിലേക്ക് ഈ കൃപയ്ക്ക് ഒരിക്കലും ചലിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. അപ്പോൾ എത്രമാത്രം എളിമപ്പെടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ദൈവത്തിന്. അപ്പോഴാണ് നമ്മൾ നാവിനൊക്കെ നിയന്ത്രിക്കും. നമ്മൾ അമിതമായ സംസാരങ്ങൾ, ലൂസ് ടോക്കുകളൊക്കെ നമ്മൾ നിർത്തും. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക, നമ്മൾ ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ഒക്കെ നമ്മളിത് കാണും നമുക്ക്. പക്ഷെ അതൊക്കെ പിന്നീട് മാറിയിട്ട് നമുക്കത് കൃപയിലേക്ക് എത്താനായിട്ട് പറ്റും. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 41-42 ഈശോ പരിശുദ്ധ കുർബാന എന്ന ഞാൻ ജീവൻ്റെ അപ്പമാണെന്നുള്ള വലിയ രഹസ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് ചെയ്യുമ്പോൾ അവൾ പറയുന്നുണ്ട്, യഹൂദർ അവനെതിരെ പിറുപിറുത്തു എന്ന് പറയും. ഒരുപാട് ഈശോ പറയുന്ന വചനങ്ങൾ പിറുപിറുക്കുന്നു. കാരണം അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരൊരു ബന്ധനമുണ്ടത്. അതാണ് യോഹന്നാൻ 6:60 പരിശുദ്ധ കുർബാന, ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരുന്നു എന്നുള്ള വലിയ സത്യം, അല്ല വലിയ ജീവൻ്റെ വചനം തരുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇത് ഈ വചനം കഠിനമാണ്, ആർക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റും. കാരണം അതാണ് അതാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവരിലുള്ളൊരു അതാണ് അന്ധകാരം. അതാണ് ദാറ്റ് ഇസ് എ ഡാർക്ക്നെസ്. ദൈവവചനത്തെ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കഠിനമെന്ന് തോന്നുന്നു. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് തോന്നുന്നതാണ്. ആ വ്യക്തിയിലെ അന്ധകാരത്തിൻ്റെ, ആ ബുദ്ധിയിലെ അന്ധകാരം. എഫെസസ് 4:18 പറയുന്ന ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക്. അപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അവർ ഈ ഭോഗാസക്തിയിലേക്കെല്ലാം പോകുന്നത്. അവർക്ക് വചനത്തെ ഉൾക്കൊള്ളാം. അപ്പോൾ അവരുടെ ബന്ധനമാണ് അത്. അവരുടെ ഉള്ളിൽ നിൽക്കുന്നൊരു അന്ധകാര ശക്തിയാണ്. ആ അന്ധകാര ശക്തി നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ദൈവവചനത്തെ അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റുക. അവർക്ക് കഠിനം പതുക്കെ. വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാതെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ കഠിനമായി പോകുന്നു. കഠിനമായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ ദൈവം വീണ്ടും തൻ്റെ കരുണയും കൃപയും പരിശുദ്ധാത്മാവാകുന്ന ജലം ഒഴിച്ച് അതിനെ കുതിർക്കണം എന്ന് പറയും. അപ്പോൾ ആത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന് 4:1-4 വരെയുള്ള വചനയ്ക്കും പറഞ്ഞത്, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. അപ്പോൾ നിങ്ങൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഈ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ ആ നിലം അത് കൊത്തിക്കളച്ച് അതിനകത്തുനിന്ന് കല്ലുകളും മുള്ളുകളൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ആ വചനത്തിന് ആ കല്ലുകൾ നമ്മൾ ഇതാണ് എതിർ ചിന്തകളാണ്. അതാണ് തർക്കങ്ങൾ. ഒരുപാട് ദൈവത്തെ ചോദ്യം, ഒരുപാട് പിറുപിറുക്കുന്ന ഒരു അരൂപി. അങ്ങനെ ചിലരെങ്ങനെ പിറുപിറുക്കുന്ന അരൂപി വരും. പഴയ നിയമത്തിൽ കാണാൻ പറ്റും, ഈ ദാവീദിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിലെ സാവൂൾ എന്ന് പറയുന്നതുകൊണ്ട് അവൻ പിറുപിറുത്തുകൊണ്ട് നടക്കുന്നത്. എപ്പോഴും പിറുപിറുത്തുകൊണ്ട് നടക്കുകയാണ്. അവനെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു അഭിഷിക്തനും വേറൊരു അഭിഷിക്തനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വരപ്രസാദം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് ശരിക്കും വലിയ ഡേഞ്ചറാണ് നമ്മൾ. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും സൂക്ഷിക്കേണ്ടത്, ദൈവമേ അങ്ങയുടെ ആ എളിമ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എളിമ. ഈശോ തന്നെ നമുക്കത് പഠിപ്പിച്ചതല്ലേ. യോഹന്നാൻ സുവിശേഷം 13:3-4-5 വചനം വായിക്കുമ്പോൾ അന്ത്യത്യാഴ വേള ഈശോ എഴുന്നേറ്റ് മേലങ്കി മാറ്റരിൽ കച്ച കൊടുത്ത് ഈശോ വന്നിട്ട് ശിഷ്യന്മാരുടെ തുവാലി കൊടുത്തിട്ട് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും
തലമുടി കൊണ്ട് അത് ഈ തുവാല കൊണ്ട് അവരുടെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്യുന്ന സംഭവം കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഈശോ ചെയ്യുന്നത് എളിമയുടെ വലിയൊരു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നൊരു ഈശോ. അപ്പോൾ എന്തൊരു എളിമയാണ്. പാപിനെക്കുറിച്ച് വരുമ്പോൾ അവർ തലമുടി കൊണ്ട് ഈശോയുടെ പാദം കാണാൻ അത്രയും എളിമപ്പെടുന്നു എന്നുള്ളതാണ്, അത്രയും താഴോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരിലേക്ക് ഈ ദൈവിക കൃപ വരുന്നത്. പാപിനെക്കുറിച്ചൊക്കെ പറയുന്നത് അന്നത്തെ അവളാ ഈശോയുടെ പാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളിലേക്ക് വരപ്രസാദം ഒഴുകാൻ തുടങ്ങി, കൃപ ഒഴുകാൻ തുടങ്ങി. അവൾ വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. അവളെന്തൊരു വിശ്വാസം നോക്കിയും ഈശോയുടെ വായെന്നൊരു വാക്ക് വന്നവർ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കാൻ വേണം. അപ്പം അത്രയും ഈശോയാണ് പാപമോചകൻ എന്ന് അവൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വചനം, അപ്പോൾ ആ വചനം കൊണ്ട് എൻ്റെ പാപം മുഴുവനും അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകുമെന്നൊന്നും കഴുകി മാറ്റപ്പെടുമെന്നും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന അവൾ പിന്നീട് യേശുവിൻ്റെ ശിക്ഷഗണത്തിലേക്ക് പെടുന്നതായിട്ടാണ് പറയുന്നത്. കർത്താവ് കുരിശിൽ രക്തം ചിന്തി മരിക്കുന്ന സമയത്ത് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ പാവിനെയും ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ മഹത്വത്തിൽ ഉയർത്തപ്പെടാൻ കാരണം അവളുടെ അനുതാപം, അവളുടെ എളിമയുള്ളവർക്ക് അനുദപിക്കാൻ പറ്റും. ഇന്ന് പലരും അനുദപിക്കില്ല. ചെയ്യുന്ന തെറ്റുകളെയൊക്കെ ന്യായീകരിക്കുന്ന വലിയ സ്വഭാവം കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിലെ അഹങ്കാരം എന്നൊരു പൈശാചിക അരൂപി അവരിലെ രൂഢം മൂലമായിരിക്കാം, വേര് പിടിച്ചിരിക്കാം. അപ്പം അതുകൊണ്ട് അവർക്ക് മാനസാന്തരപ്പെടാനായിട്ട് ഒരിക്കലും സാധ്യത. അവർക്ക് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ സ്വന്തമാക്കാൻ അവരിങ്ങനെ എതിർ ചിന്തകളും തർക്കങ്ങളും ചോദ്യങ്ങളും കുറ്റം പറച്ചിലും കുറ്റപ്പെടുത്തലുകളുമായി അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അവർക്കൊരിക്കലും അപ്പോൾ അവിടെ മനോഭാവത്തിലുണ്ടാകുന്ന അവരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു തകർന്ന അവസ്ഥ. അതുകൊണ്ടാണ് യോഹന്നാൻ 6:64 6:65 അതുപോലെ യോഹന്നാൻ 6:44 പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന വചനമുണ്ടല്ലോ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ. ഈ ആരാണ് ആകർഷിക്കപ്പെടുന്നത്? ദൈവവചനത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്നൊരു വ്യക്തിയെ, ദൈവം പറയുന്ന വചനങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, യെശയ്യാ 66 ആത്മാവിൽ എളിമയും അനുതാപവും. എളിമ വേണം. എളിമ എന്ന പുണ്യം കിട്ടിയാലേ നമ്മളിലേക്ക് വരെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. നമ്മൾ അഹംഭാവവും അഹങ്കാരം ഉണ്ടെന്ന് നോക്കുക. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുക. ദൈവവചനത്തോടും സഭയോടും കൂദാശകളോടും, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെന്ന അതിശ്രേഷ്ഠമായ കൂദാശയോടും കുമ്പസാരക്കൂടിനോടുള്ള നമ്മുടെ ബഹുമാനാദരം എന്തേലും ഉണ്ടെന്ന് ഞാനും നിങ്ങളെല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തയ്യാറാകുക. നമ്മൾ എന്തേലും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ എളിമപ്പെടാൻ, ക്ഷമിക്കാൻ, ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ അഹങ്കാരം, അഹംഭാവം എന്നുള്ള അഹന്ത എന്നൊരു സംഭവം നമ്മൾ നിൽപ്പുണ്ട്. അപ്പം അത് മാറിപ്പോണം. അതൊരു പൈശാചിക രൂപിയാണ്, ഈവിൾ സ്പിരിറ്റാണത്, ലൂസിഫർ സ്പിരിറ്റാണ്. സ്പിരിറ്റ് ഓഫ് പ്രൈഡ് എന്ന് പറയുന്ന യെശയ്യാ 14:14 ആ രൂപി നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറിപ്പോനാകെ. ഈശോ നമുക്ക് തരുന്ന സഹനങ്ങൾ വരുമ്പോൾ അതെല്ലാം നമ്മളെ ഈ ഒരു പൈശാചിക ശക്തിയുടെ ഇടപെടലിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് എപ്പോഴും നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ, ഇന്ന് കേട്ട വചനം ഓരോന്നും കാണപ്പാഠം പഠിക്കുക, കൃത്യത സൂക്ഷിക്കുക, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പ്രഭാഷകൻ 3:18-19 നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തരും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.